30-ാം തീയതിത്തെ മാതൃഭൂമി പേപ്പറിൻ്റെ ബാക്ക് സൈഡിലെ പരസ്യമാണ് ഇത്. കോഴിക്കോട് മറൈൻ ഗ്രൗണ്ടിലാണ് ഇങ്ങനെ ഓരോ പരിപാടികളൊക്കെ വരിക. സ്കൂൾ പൂട്ടിയതും കൂടി ആയതുകൊണ്ട് നമുക്ക് പിന്നെ വേറെ ഒന്നും നോക്കാനില്ല. ഞങ്ങളാണെങ്കിൽ ഒരാഴ്ചത്തെ വയനാട് വാസം കഴിഞ്ഞ് കോഴിക്കോട് എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഷോ വരുന്നത് ഉച്ചയ്ക്ക് 2 മണി മുതൽ തുടങ്ങുന്നതാണ്. ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു 4-5 മണീൻ്റെ ഉള്ളിലായിട്ടാട്ടോ അവിടേക്ക് എത്തിയത്. പരസ്യത്തിൽ നമ്മളോട് അവർ ബീച്ചിലേക്ക് വരാനാണ് പറഞ്ഞത്. മറൈൻ ഗ്രൗണ്ടിൽ തന്നെ ആയിരിക്കും ഇതെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. ഗംഭീര പരസ്യമാണ് കേട്ടോ അവരുടെ. ഉള്ളിലേക്കുള്ള പാർക്കിംഗ് ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ. ഞങ്ങൾ പുറത്ത് തന്നെയാണ് പാർക്ക് ചെയ്തത്. ഇതാണ് അവർ പരസ്യത്തിൽ പറഞ്ഞ പറങ്കിപ്പടയുടെ പായ്ക്കപ്പൽ. 5 വയസ്സിന് മുകളിലുള്ള എല്ലാവരും ടിക്കറ്റ് എടുക്കണം. അതും 150 രൂപ. 150 രൂപയാണെങ്കിലും ഫുൾ AC ആണ് കേട്ടോ. അതുകൊണ്ട് ചൂടെടുക്കുന്ന പ്രശ്നമേ ഇല്ല. കയറുന്നത് തന്നെ ഇങ്ങനെ ഒരു സ്ഥലത്ത് കൂടിയാണ്. ഇതിൽ കാല് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് മാത്രമല്ല മ്യൂസിക്കും വരും. ഇനി അങ്ങോട്ടാണ് കാഴ്ചകൾ തുടങ്ങുന്നത്. റിസപ്ഷനിസ്റ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന തരം റോബോട്ടാണിത്. ഇത് റോബോട്ടിൻ്റെ ഉള്ളിലുള്ള പാർട്സുകളൊക്കെയാണെന്ന് തോന്നുന്നു. വെറുതെ കാണുക മാത്രമല്ല അവിടെ നമുക്കിതൊക്കെ പറഞ്ഞു തരാനുള്ള ഒരാളും ഉണ്ട്. ഒരു 3-4 പേരെ ഒരുമിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരും. നമ്മൾക്കുള്ള സംശയങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യാം. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കുറച്ച് ആപ്ലിക്കേഷൻസൊക്കെയാണുള്ളത്. നമ്മളുടെ കയ്യിൻ്റെ മൂവ്മെൻറ്റ്സ് സെൻസ് ചെയ്തിട്ട് പിയാനോ നമുക്ക് മ്യൂസിക് തരും. ഇവിടെ എത്തുമ്പോൾ എല്ലാവരും കുട്ടികളെപ്പോലെ ഇങ്ങനെ കൈയൊക്കെ ആക്കി ടാറ്റ കാണിക്കുന്ന കാണാം. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മൂവ്മെൻറ്റ്സാണ് ആ വരവരയായിട്ട് കാണുന്നത്. ഇതും അതുപോലെ തന്നെ നമ്മളെ സെൻസ് ചെയ്തിട്ട് ചിത്രങ്ങളാവും അത്. ഡ്രൈവ് ചെയ്യുന്നവരൊക്കെ ഉറങ്ങിപ്പോയാൽ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് കേട്ടോ ഇത്. ഞാൻ കണ്ണട ഇട്ടതായതുകൊണ്ട് എന്നെ അതിന് സെൻസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ കണ്ണട ഇട്ടവർക്ക് ഈ ആപ്ലിക്കേഷൻ പോരാ. അതൊന്നും കൂടി മാറ്റി ചിന്തിക്കേണ്ടി വരും. ഏറ്റവും ക്ഷമാശീലനായിട്ടുള്ള ഒരാളെയാണ് കേട്ടോ നമ്മൾ കാണുന്നത്. എത്ര ചിത്രം കൊടുത്താലും അവിടെ ഇരുന്ന് വരച്ചോളും. ഓരോ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിലിങ് വരെ വരച്ച് കാണിക്കുന്നതാണ് അവൻ പറഞ്ഞത്. ചിത്രം വരയുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇത് ലേസർ പ്രിൻറ്റിങ്ങിൻ്റെ ഒരു മെഷീനാണ്. ലൈറ്റ് മാത്രമല്ല അവിടുന്ന് ചെറുതായിട്ട് പുകയും വരുന്നുണ്ടായിരുന്നു. അതും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇതൊക്കെ വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങളാണ്. അങ്ങനെയാണ് ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു തന്നത്. ഇനി വരുന്ന 2 സാധനം എന്തിൻ്റെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു കോലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആവുന്നുണ്ട്. അതിൻ്റെ അടിയിൽ ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വിഷ്വൽ കാണിക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് എന്തോ ഒരു സംഭവമാണത്. ഇതാണ് ആ അടുക്കളയിൽ സഹായിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞില്ലേ പരസ്യത്തിൽ, അത് കേട്ടോ. ഭക്ഷണമൊക്കെ സെർവ് ചെയ്യാം. പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു മെഷീൻ അവിടെ ഉണ്ട്. ഈ മെഷീൻ ഇങ്ങനെ ഇതിലേക്ക് ഓടി നടക്കുകയാണ് ചെയ്യുന്നത്. മെഷീനല്ല കേട്ടോ, റോബോട്ട്. അടുക്കളയിൽ സഹായിക്കണമെങ്കിൽ നമുക്ക് കൃഷി ചെയ്യണം. അപ്പോൾ ഇത് കൃഷി ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന റോബോട്ടുകളാണ്. ലാർജ് ഏരിയയിലേക്ക് വെള്ളവും വളവും ഒക്കെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രോണ് പോലത്തെ ഒരു സാധനമാണിത്. അവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടപ്പോൾ നമ്മൾ അതിന് പോകേണ്ട വഴികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ മതിയെന്ന് തോന്നുന്നു. ബാക്കി അതായിക്കോളും. മനുഷ്യന്മാരുടെ പണി കുറയ്ക്കാൻ മാത്രമല്ല മനുഷ്യന്മാരുടെ പണി കളയാനും കൂടി പറ്റും കേട്ടോ ഇവർക്കൊക്കെ. 6 കാലുള്ള വലിയൊരു ജീവിനെ പോലെ ഉണ്ടല്ലേ ഇത്. ഈ ഏരിയയിൽ വന്നപ്പോൾ കുറച്ച് തിരക്ക് അധികമായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഈ കണ്ണടയിട്ട് നോക്കാനുള്ള തിരക്കായിരുന്നു. 3D 4D 16D എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നില്ലേ, അത് തന്നെയാണ് സംഭവം. നല്ല രസമുണ്ടായിരുന്നു. ആദ്യം വന്നതിനേക്കാളല്ല തിരക്ക് കൂടി വന്നു. ഇനിയാണ് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം വരുന്നത്. നിറയെ പൂക്കളും പൂമ്പാറ്റകളും ഒക്കെ ആയിട്ടുള്ള കളർഫുൾ ഏരിയ. തെർമോക്കോളും ഫോമൊക്കെ കൊണ്ടാണ് കേട്ടോ ഈ പൂവും പൂമ്പാറ്റകളും ചിറകുകളൊക്കെ ഉണ്ടാക്കിയത്. പൂക്കളൊന്നും ഇളകില്ല, പക്ഷേ അവിടുത്തെ ജീവികൾക്കൊക്കെ മൂവ്മെൻറ്റ്സ് ഉണ്ട്. ഈ ഭാഗം എത്തിയപ്പോഴത്തേക്ക് അമ്മമാരൊക്കെ കുട്ടികളെയൊക്കെ പിടിച്ചു വെച്ച് ഫോട്ടോ എടുക്കാനുള്ള തിരക്ക് തുടങ്ങി. ഇതിലൊന്നും തൊടരുത് എന്ന് അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കാണുമ്പോൾ എല്ലാവർക്കും ഒന്ന് തൊട്ട് നോക്കണമെന്ന് തോന്നാതിരിക്കില്ല. അത്രയ്ക്ക് ഭംഗിയായിരുന്നു ഇതൊക്കെ കാണാൻ.
പൂക്കളുടെ ഇടയിലൊക്കെയുള്ള വണ്ടും കാറ്റർപില്ലറൊക്കെ എന്തൊരു പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ ഗ്രൗണ്ടിൽ തന്നെ വരുന്ന വേറെ എക്സിബിഷനിലൊക്കെ ആന, മാന്, കടുവ അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഇതുപോലെ മൂമെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് ചെയ്തത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇൻസെക്റ്റുകൾ ഇങ്ങനെ വരുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കണ്ടത്. ഇത് വേറെ ഏതൊക്കെയോ ജില്ലകളിൽ നിന്നൊക്കെ വന്നാണ് കോഴിക്കോട് എത്തിയെന്ന് തോന്നുന്നു. ഇവരിതൊക്കെ എങ്ങനെയാണെന്തോ ഡാമേജ് ആവാതെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത്. ചെടികളും പൂക്കളൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഈ ഭാഗത്തു നിന്ന് എനിക്ക് പോവാനേ തോന്നുന്നില്ല. ഞാനിവിടെ തന്നെ കറങ്ങി നടക്കുകയായിരുന്നു. നമ്മൾ പരസ്യത്തിൽ കണ്ട ആമസോൺ കാടുകളിലെ പാമ്പ്, മത്സ്യങ്ങൾ അതിനെയൊന്നും കണ്ടിട്ടില്ല. ഏതായാലും 150 രൂപയ്ക്കുള്ളത് എന്തായാലും ഉണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് മുതൽ മത്സ്യങ്ങളാണ് കേട്ടോ ഉള്ളത്. എല്ലാ മീനുകളുടെ പേരുകളും ഉണ്ടെന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. മത്സ്യങ്ങളെ കാണാനൊക്കെ നല്ല രസമാണ്. പക്ഷേ ഇതിൻ്റെ സ്മെല്ലാണ് എനിക്ക് തീരെ പറ്റാത്തത്. പിന്നെ ഈ വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ എൻ്റെ കണ്ണിന് എന്തോ പോലെ ആവുകയും ചെയ്യും. ഞാൻ ഒരു കയ്യിൽ ക്യാമറ പിടിച്ച് മറ്റേ കൈ കൊണ്ട് മൂക്ക് പൊത്തിയിട്ടാട്ടോ ഇതിലൊക്കെ നടന്നേ. ഒന്നും രണ്ടൊന്നും അല്ല, ഒരുപാട് വെറൈറ്റികളുണ്ട് കേട്ടോ. എല്ലാത്തിനെയും കാണിച്ചു തരാം. ഇതാ ഈ മീനിൻ്റെ മുഖം നോക്ക്, എന്തോ ഒരു പന്തികേടുള്ള പോലെ ഇല്ലേ? എന്നെയാണോ വീഡിയോയിൽ പിടിക്കുന്നേന്ന് നോക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. കാളാഞ്ചി എന്ന് പറഞ്ഞ മീനൊക്കെ ധൈര്യമായിട്ടാണ് ഇതിൽ നിൽക്കുന്നത്. ആരും പിടിക്കില്ല എന്നുള്ളത് അതിന് ഉറപ്പാണല്ലോ. ഭക്ഷണമൊക്കെ ഇങ്ങോട്ട് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. ഇതാണ് കൊഴുവ. ഇത് കുറേ ഉണ്ട് കേട്ടോ. ഇതിൽ നല്ല രസമുണ്ട് അത് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോകുന്നത് കാണാൻ. ഗുരുവായൂരിൻ്റെ അടുത്തുള്ള മറൈൻ അക്വ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് പോയപ്പോഴാണ് ഇതുപോലെ ഒരുപാട് മത്സ്യങ്ങൾ ഒരുമിച്ച് കണ്ടത് ഞങ്ങൾ. അവിടെ മത്സ്യങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. മത്സ്യങ്ങൾ മാത്രമല്ല, ജീവികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അവിടെ നിന്നാണ് ഞാൻ ഈ തിരണ്ടി എന്ന് പറഞ്ഞതിനെയൊക്കെ ആദ്യമായിട്ട് കണ്ടത്. ഒരു ദിവസം മുഴുവൻ നമുക്ക് അവിടെ തന്നെ ചിലവഴിക്കാനുണ്ട്. നിങ്ങളാരെങ്കിലും അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് പെട്ടെന്നൊന്നും തീരില്ല കേട്ടോ, കുറേ കാണിക്കാനുണ്ട്. നിങ്ങൾ ക്ഷമയോടെ കാത്തു നിന്നാലേ ആമസോൺ പാമ്പിനെയൊക്കെ കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഒരു ബോക്സിൽ തന്നെ പലതരം മീനുകൾ ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇനി അത് അതിൻ്റെ ചെറിയ കുട്ടിയായതുകൊണ്ടാണോ എന്നറിയില്ല. മീനുകളിലെ ഡിസൈനിലൊക്കെ വ്യത്യാസമുള്ളത് പോലെയുണ്ട്. ഇതാ ഈ മീൻ എന്തോ ആരോടോ പിണങ്ങിയിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. ഓരോ മീനുകളുടെ ഡിസൈനിങ്ങിന് മാത്രമല്ല, അതിൻ്റെ വായേൻ്റെ ആ ഭാഗത്തും വ്യത്യാസമുണ്ട്. ചുണ്ടിന് ചില മീനുകളുടെ ഫേസൊക്കെ നല്ല കോമഡിയാണ്. ഇനി വരുന്നതാണ് ഈ അക്വേറിയത്തിലെ ഏറ്റവും സുന്ദരികളും സുന്ദരന്മാരും. ഓ എന്തൊക്കെ കളറുകളാ! ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാണുമ്പോൾ നോക്കി നിന്ന് പോകും നമ്മൾ. ആരോ ക്രയോൺസ് വെച്ച് കളർ ചെയ്തതുപോലെ ഉണ്ട് കാണാൻ. ആ കൊഴുവ എന്ന് പറയുന്ന മീൻ കഴിഞ്ഞാൽ ഈ മീനുകളാണ് കൂടുതലുള്ളത്. പച്ച, മഞ്ഞ, ചുമപ്പ്, നീല അങ്ങനെ എത്രയാ കളറ്. അവർ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ നടക്കുന്നത് അറബിക്കടലിനടിയിലൂടെയാണ് കേട്ടോ. റോബോട്ടിക് ഷോയാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ കൂടുതലും മീനുകളെയാണ് കാണുന്നത്. ഇത് കണ്ടോ, ലഹങ്കയൊക്കെ ഇട്ടൊരു മത്സ്യം. മീനുകളും വികൃതി കളിക്കും തോന്നുന്നു. കണ്ടില്ലേ വട്ടം കറങ്ങി കളിക്കുന്നത്. ഇതിൽ ചില മീനുകളൊക്കെ നമ്മൾ വീടുകളിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ മീനുകളായിട്ടാണ് തോന്നുന്നത്. ഈ വരവരെയുള്ള മീനുകളെയൊക്കെ പണ്ട് വീടുകളിലൊക്കെ വളർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ പേരൊന്നും അവിടെ എഴുതി വെച്ചിട്ടില്ല കേട്ടോ. മീനിൻ്റെ ചുണ്ടുകൾ നോക്ക്. അങ്ങനെ ഈ സൈഡ് കഴിഞ്ഞു. ഇനി വരുന്നത് ഇങ്ങനെയുള്ള തുരങ്കം. ഇത് നമ്മൾ കണ്ട അതേ മീനുകളുടെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അവിടുന്ന് സ്പീഡിൽ നടന്നുപോയി. ആ തുരങ്കം കഴിഞ്ഞ് അവസാനം എത്തുമ്പോഴാണ് ഇലക്ട്രിക് ഈലൊക്കെ ഉള്ളത്. ഇലക്ട്രിക് ഈൽ മാത്രമല്ലാന്ന് തോന്നുന്നു, അതിൻ്റെ കൂടെ വേറൊരു ഫിഷും കൂടിയുണ്ട്. ഈ ഈലിന് താമസിക്കാൻ കുറച്ച് വലിയ വീട് തന്നെ വേണം കേട്ടോ. അതിൻ്റെ കൊമ്പിനും വാലിനും ഒക്കെ നല്ല നീളമുണ്ട്. അവർക്ക് തന്നെ കുറേ സ്ഥലം വേണം. അപ്പോഴാണ് അതിൻ്റെ കൂടെ വേറൊരു മീനിനെയും കൂടി ഇട്ടിരിക്കുന്നത്. ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഭയങ്കര ഫൈറ്റ് നടക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇലക്ട്രിക് ഈൽ കാല് വെച്ച് ഇവരെയൊക്കെ പിടിച്ചു വെച്ചിരിക്കുക. അയ്യോ അയ്യോ എന്ന് പറയുന്ന പോലെ തോന്നി എനിക്ക്.
ഇല്ലേ ആ മീനുകൾ അയ്യോ അയ്യോ എന്ന് പറയുന്ന പോലെ തോന്നുന്നില്ലേ? എനിക്കെന്തായാലും രക്ഷിക്കാനൊന്നും പറ്റൂല. അതുകൊണ്ട് ഞാൻ വേഗം അവിടുന്ന് പോയി. ഇതെത്ര തരം മീനുകളാ! ഓഹ് എത്ര നേരമായി എന്നറിയോ മീനുകളെ തന്നെ കാണാൻ തുടങ്ങിയിട്ട്. പീക്കോക്കിനെ പോലെ തന്നെയുള്ളൊരു മീനാണിത്. അത് പോകുന്നതിൻ്റെ സ്പീഡിൽ എനിക്ക് പോകാൻ പറ്റുന്നില്ല. പീക്കോക്ക് ഫിഷ്. ഇത്ര നേരം നിങ്ങൾ വെള്ളത്തിൻ്റെ ഉള്ളിൽ മീനിനെയല്ലേ കണ്ടത്? വെള്ളത്തിൽ താമസിക്കുന്ന പൂച്ചകളെ കണ്ടില്ലല്ലോ. ഒന്നല്ല 2-3 പൂച്ചകൾ ഇങ്ങനെ വെള്ളത്തിൽ താമസിക്കുന്നുണ്ട് അവിടെ. അങ്ങനെ നമ്മൾ മീനുകളെ സെക്ഷൻ കണ്ടു കഴിഞ്ഞു. ഇത്ര നേരമായിട്ടും അനാക്കോണ്ട എവിടെ അനാക്കോണ്ട എവിടെയെന്നായിരുന്നു ആലോചിച്ചത്. അപ്പോൾ അതാ എഴുതി വച്ചിരിക്കുന്നു. ഇത് അവിടെയുള്ളൊരു കുട്ടീൻ്റെ വീട്ടിലത്തെ പെറ്റായിട്ട് വളർത്തുന്നതാണ് കേട്ടോ. ഞാൻ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. ഇതിന് കൊടുക്കുന്നത് മൈസിനെയാണ് പോലും. ഒരു ദിവസം 6-7 എണ്ണത്തിനെയൊക്കെ 4 നേരമായിട്ടൊക്കെ കഴിക്കാൻ കൊടുക്കുന്നു. അത് ജീവനോടെയാണ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അവൻ എനിക്ക് അതിൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചു തന്നു. മൈസിൻ്റെ പുറകെ ഈ പാമ്പ് ഓടുന്നതൊക്കെ. പാമ്പ് ഓടില്ല, പാമ്പ് എഴയുന്നത്. ഇപ്പോൾ ഭക്ഷണം കൊടുക്കാത്തത് കൊണ്ട് ഒരാൾ വളരെ സൈലൻ്റ് ആയിരുന്നു. ഒരാൾ മാത്രമേ കുറച്ച് ആക്റ്റീവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുള്ളൂ. അവർ പറഞ്ഞ ഏകദേശ സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ 2 വികൃതിക്കുട്ടന്മാരെ കാണാൻ പോകുന്നത്. ഇവിടെ എത്തിയപ്പോൾ കുട്ടികളാണോ വികൃതി, ഈ റോബോട്ടാണോ വികൃതി എന്ന് നമുക്ക് തോന്നിപ്പോയി. എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഈ നായ്ക്കുട്ടികളെ കളി കണ്ട് അവിടെ നിൽക്കാൻ തോന്നും. തലകുത്തനെയൊക്കെ മറിയുന്നുണ്ടായിരുന്നു പോലും. കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇവിടെ എത്തിയപ്പോൾ. ഷെയ്ക്കാൻ്റൊക്കെ കൊടുക്കും കേട്ടോ ഈ നായി. വികൃതി കളിച്ച് തളർന്ന ഒരു നായ്ക്കുട്ടി കണ്ടോ അവിടെ പോയി കിടന്നുറങ്ങുന്നത്. എക്സിബിഷൻ്റെ പ്രധാന ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് സ്റ്റാള് തുടങ്ങി. എയർ കൂളർ, ഫർണിച്ചർ, ബാഗ്, ചെരുപ്പ്, മിഠായികൾ, പിന്നെ ചീർപ്പുകൾ, ബുക്ക് സ്റ്റോള്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. എനിക്ക് ഇവിടെ എത്തിയപ്പോൾ ഒരു കൗതുകം തോന്നി. ഇതൊക്കെ എന്തോ സ്വീറ്റ്സാണ്. ഒരു ഹിന്ദിക്കാരനായിരുന്നു. ഞാനതൊക്കെ ചോദിച്ചു. ഈ ഭാഗത്തുള്ളത് വയറിനൊക്കെ നല്ലതാണ്, ഈ ഭാഗത്തുള്ളത് സ്വീറ്റ്സാണ്, അമലയുണ്ട്, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു തന്നു. ചിലതൊക്കെ ഷുഗർ ഉള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന പോലത്തെയാണ്. ഹിന്ദിയിലാണ് പറയുന്നത്, പക്ഷെ എനിക്കെല്ലാം മനസ്സിലാവുന്നൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് കുറച്ച് കഴിക്കാനും തന്നു കേട്ടോ. പാക്കൊക്കെ ആയിട്ടുള്ള ഒരു സാധനം. അതെനിക്ക് റോജാപ്പാക്ക് പോലെയാണ് തോന്നിയത്. റോജാപ്പാക്ക് കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. ഇനി വരുന്ന ഐറ്റം കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമായിട്ട് സാമ്യം തോന്നിയോ പറയണം. എനിക്ക് ആ കറുത്ത സാധനം കണ്ടപ്പോൾ എലിക്കാട്ടം പോലെയാട്ടോ തോന്നിയേ. എലിക്കാട്ടമൊക്കെ കണ്ട് അതൊക്കെ കണ്ട് പിന്നെയും ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. അത് കഴിഞ്ഞാൽ ഫുഡ് കോർട്ട് തുടങ്ങും. ഇതൊക്കെ പലതരം പപ്പടങ്ങൾ. ഞങ്ങൾ വയനാട്ടിലായിരുന്നപ്പോൾ വള്ളിയൂർക്കാവ് ഉത്സവത്തിന് പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഇങ്ങനെ ഇതൊക്കെ കണ്ടതുകൊണ്ട് ഇവിടുന്ന് ഇനി എനിക്കൊന്നും വാങ്ങാനൊന്നും തോന്നുന്നില്ല. പഴയകാല മിഠായി, സ്റ്റേഷനറി സാധനങ്ങൾ, മാല, വള. അപ്പോഴാണ് എനിക്ക് ആവശ്യമുള്ളൊരു സാധനം കണ്ടു കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പൊട്ട് വാങ്ങിയേക്കാമെന്ന്. ഞാൻ ഉപയോഗിക്കുന്ന അതേ സൈസിലുള്ള പൊട്ടുകളായിരുന്നു. അതുകൊണ്ട് ഒരു പാക്കറ്റ് പൊട്ട് ഞാൻ വാങ്ങി കേട്ടോ. അപ്പോഴാണ് കുഞ്ഞുവിന് മോതിരം വേണമെന്ന് പറഞ്ഞാൽ അവൾ മോതിരവും വാങ്ങി. അധികമൊന്നും വാങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ഏട്ടൻ കുഞ്ഞുവിനെയും കൊണ്ട് ഒറ്റ പോക്കായിരുന്നു. പിന്നെ ഭയങ്കര സ്പീഡിലായി നടത്തമൊക്കെ. ഫുഡ് കോർട്ടൊന്നും സാധാരണ ഞങ്ങളൊന്നും കഴിക്കാറില്ല. അതുകൊണ്ട് ആ ഭാഗം ഞങ്ങളെ ബാധിക്കുകയില്ല. പിന്നെയുള്ളത് ഗെയിമിൻ്റെ സെക്ഷനാണ്. അപ്പോൾ ഞങ്ങളെ ഭാഗ്യം ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനത്തെ ടൈപ്പ് റിങ് വാങ്ങി. 7 റിങ് ഉണ്ടായിരുന്നു. 6 എണ്ണം ഏട്ടനും എറിഞ്ഞു, ഒരെണ്ണം കുഞ്ഞും എറിഞ്ഞു. ഞാൻ എറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരുന്നു. ക്യാമറ പിടിക്കേണ്ടതുകൊണ്ട് എനിക്ക് എറിയാനുള്ള അവസരം കിട്ടിയില്ല. അല്ലായിരുന്നെങ്കിൽ ഞാനൊരു ബൂസ്റ്റിൻ്റെ പാക്കറ്റുമായിട്ട് തന്നെയായിരുന്നു തിരിച്ചു വരിക. ഇതെല്ലാം കണ്ടു കഴിയുമ്പോഴത്തേക്ക് തന്നെ നല്ല ഇരുടായി കേട്ടോ. ഒരു 1.5-2 മണിക്കൂറുകളോളം നമുക്കിത് കാണാനുണ്ട്. അവിടുന്ന് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചെത്തിയത്.
ഏപ്രിൽ മാസം കൂടി ചിലപ്പോൾ ഇത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ കോഴിക്കോട് വരുന്നുണ്ടെങ്കിൽ മറൈൻ ഗ്രൗണ്ടിലുള്ള ഇവിടെയൊക്കെ ഒന്ന് കയറി റോബോട്ടുകളെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോയിക്കോളൂ കേട്ടോ. 150 രൂപ വേസ്റ്റ് ആവുമൊന്നുമില്ല. നമുക്ക് കുറേ കാണാനുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം.